ഹായ് അസ്സലാമു അലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു 25ാമത്തെ നോമ്പിനൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്കത് ഓരോ തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. ചട്ടിപ്പത്തിരി നമുക്ക് ബീഫ് വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഒരു മസാല വേണമല്ലോ നമുക്ക്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത്. ചിക്കനും അതുപോലെ തന്നെ സവാളയൊക്കെ വെച്ചിട്ടുള്ളൊരു മസാല. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് സവാള എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് ചിക്കനും സവാളയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അതൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ സവാള ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ചിക്കന് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത ചിക്കന് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സവാള ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതോടുകൂടി നമ്മളെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് അവിടെ റെഡിയായി. ഈ സമയത്ത് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് റെഡിയായി. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ആ ചൂടിൽ കിടക്കട്ടെ. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള പത്തിരി ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളത്തിലാട്ടത് കുഴച്ചെടുക്കണത്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ കട്ട ചൂടൊന്നുമല്ല കേട്ടോ, ഒരു ഇളം ചൂടുവെള്ളമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇളം ചൂടുവെള്ളം ഈ പൊടിയിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി ഞാനിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ, നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പരത്തി ചുട്ടെടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഈ കുഴച്ചെടുത്തിട്ടുള്ള മാവ് പത്തിരിക്കൊക്കെ എടുക്കണ പോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഈ പത്തിരിക്കല്ലിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിലാണ് നമ്മൾ ഈ പത്തിരി പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ആ പത്തിരിൻ്റെ ആ കല്ല് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യണ വിധം പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ അളവിനാണ് ഞാൻ ഈ പത്തിരി എല്ലാം പരത്തിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ട് നമ്മളെ പത്തിരി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മൂടി വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്ന പത്തിരി മുഴുവനും കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പത്തിരി ഒരേ ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ കണ്ടില്ല, നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പത്തിരി മുഴുവനും ഇതുപോലെ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 11 പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അവസാനം പരത്തിയിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ലെയറായിട്ട് വെച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് കുറച്ച് വലിയതാക്കി പരത്തിയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കണില്ല, ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ 11 പത്തിരി ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പത്തിരി ഓരോന്നായിട്ടും ചുട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി.
പത്തിരിയും ചപ്പാത്തിയും ചുട്ടെടുക്കണ പോലെ അത്ര വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനും പത്തിരി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 11 പത്തിരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മസാല റെഡിയായി, പത്തിരി റെഡിയായി. ഇനി ഇതിലേക്കൊരു മുട്ടൻ്റെ മിക്സും കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ പത്തിരി നമ്മൾ ഈ മിക്സിൽ മുക്കിയിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മുട്ടൻ്റെ മിക്സ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതാവും നല്ലത്. കാരണം നമ്മളെ പത്തിരി ഇതിലിട്ട് മുക്കിയെടുക്കാനുള്ളതാണ്. പത്തിരി കുറച്ച് വലിയ പത്തിരിയാണല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടത്. അപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചുട്ട് മാറ്റി വെച്ചിട്ടുള്ള പത്തിരിയിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഈ മുട്ടൻ്റെ മിക്സിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കണേ ആ പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് നെയ്യ് നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ടൻ്റെ മിക്സിൽ മുക്കിയെടുത്തിട്ടുള്ള പത്തിരി ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനും സവാളയൊക്കെ വെച്ചിട്ടുള്ള മസാല അല്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ വേറൊരു പത്തിരി എടുത്തിട്ട് മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പത്തിരി തീരുന്നത് വരെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കിയെടുത്താൽ മതി. കാരണം നമുക്ക് 11 ലെയർ ഉണ്ടാവും. ഇത് 11 പത്തിരി ഇല്ലേ. ഇപ്പോൾ നമ്മൾ 10ാമത്തെ പത്തിരി വെച്ചിട്ട് അതിൽ മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലാസ്റ്റ് പരത്തിയെടുത്ത വലിയ പത്തിരി ഇല്ലേ, അതാണ് കേട്ടോ വെച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇത് നല്ലതുപോലെ കവർ ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് വലിയതാക്കി പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ബാക്കി വന്നിട്ടുള്ള മുട്ടൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. ഇതുപോലൊരു പഴയ പാൻ ഉണ്ടെങ്കിൽ അതാവും നല്ലത്. അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. ഇപ്പോൾ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ബാക്കി വന്നിട്ടുള്ള മല്ലിയില വെറുതെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കളയണ്ടല്ലോ. അപ്പോൾ ഈ പാനിൻ്റെ അടിയിലായിട്ട് ഞാൻ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചട്ടിപ്പത്തിരി മറിച്ചിടാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഒരു പിടിയുള്ള പാനാണെങ്കിൽ അതാവും നല്ലത്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ എളുപ്പമാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ചട്ടി മെല്ലൊന്ന് മാറ്റി കൊടുക്കാം അല്ലേ. ഇപ്പോൾ കണ്ടില്ല, നമ്മളെ ചട്ടിപ്പത്തിരിയുടെ അടിഭാഗം നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പം ഈ ചട്ടിപ്പത്തിരി കവർ ചെയ്യാൻ പറ്റിയ അതേ വലിപ്പത്തിലുള്ള പാന് എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിൻ്റെ അടിഭാഗം വെന്ത് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചുകൂടെ മല്ലിയില ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതവിടെ കിടന്ന് വേവട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പം ആ പ്ലേറ്റിലോട്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും ചട്ടിപ്പത്തിരി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ചട്ടിപ്പത്തിരി എന്താ സൂപ്പറില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയില്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ലെയറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.